മൊത്തം സൈക്കോ ലെവലിലേക്ക് പോയി അന്ന്. ഇന്നലെയാണ് ഏറ്റവും വലിയ പരിപാടി ഒപ്പിച്ചത് ലോക്ക്ഡൌണില്. കോവിഡ് ടൈമില് മെയിൻ പരിപാടി ലൂഡോ റൂം ഇട്ട് ഇവൻ കയറും, ഒരാളെ കോൺസെൻട്രേറ്റ് ചെയ്ത് കിട്ടും. അതിന് തൊട്ട് മുമ്പാണ് ദുബായിലേക്ക് പോയിരുന്നത് 2020. അപ്പൊ ജാനുവരി ലാസ്റ്റാ പോണത്. ഗോട്ട് ലൈഫ്. അതെ അതെ, ഗോട്ട് ലൈഫിലേക്ക് പോകേണ്ടതായിരുന്നേ. ഞാനന്ന് എനിക്ക് മിക്ക രാത്രികളും ഉറക്കമൊന്നുമില്ലായിരുന്നു. എനിക്കൊരു സ്വഭാവം ഉണ്ട്, എന്തെങ്കിലും ഒരു സാധനം ഹിറ്റായ പെട്ടെന്ന് ഒരു സിനിമ നിർത്തിക്കളും. എന്താ പറയുക, എനിക്കത് ഇഷ്ടമല്ല. മാസ്റ്റർ ഏത് വർഷം അറിയാം? ജനുവരി 50% ഓക്യുപ്പൻസിയിലാണ്. പടം തുടങ്ങുമ്പോ എല്ലാവരും വീടോട്ട സീറ്റിലായിരുന്നു. പക്ഷെ അണ്ണ വന്നത് എല്ലാവരും കോവിഡ് ക്വാറന്റൈൻ തുടങ്ങിയപ്പോ പുള്ളി മറ്റേ പുള്ളിനെ വിളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഞാൻ ഭയങ്കര ചില്ല, എനിക്ക് ഈ മാസം ക്വാർട്ടർ ഇപ്പോഴേ അടിച്ചതേക്കാം. യെസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത കാലം. അതെ, പക്ഷെ എല്ലാവർക്കും ഇനി കിട്ടണമെന്ന് ആഗ്രഹമുള്ളൊരു കാലം, പക്ഷെ പെട്ടെന്ന് അങ്ങനെ കിട്ടാത്തൊരു കാലം. പറ, കോവിഡ് ഡേയ്സ്. യെസ്, വെൽക്കം ബാക്ക് ടു NSN. കിട്ടണമെന്ന് ആഗ്രഹം അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിവിടെ സ്പെഷ്യലായിട്ട് സെലിബ്രിറ്റി ഫിഗർ ആയിട്ട് നമ്മൾ കാർത്തികിനെ കൊണ്ടുവന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, ഇപ്പൊ അവര് ചോദിക്കും അനിവിനേതാ. നേരത്തെ എപ്പിസോഡിലുണ്ടായ വിമല് സ്ഥിരമായിട്ടുള്ള സെല്ല് എക്സാമാണ്, ബെവിനൊന്നില്ല. അപ്പൊ ഇവരെ ചോദിക്കും ആരും ബെവിൻ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് അതാ. കാരണം കോവിഡ് ഡേയ്സ് വല്ലാത്തൊരു ഫീൽ ആയിരുന്നു. കാരണം ഒരു ദിവസം രാത്രി മോദിജി എന്ന് പറഞ്ഞു അന്തർജാവോ, അങ്ങനെയാണ് എനിക്ക് ഓർമ്മ. രാത്രി ന്യൂസ് വന്നിട്ട് പിന്നെ ഒരു ടൈമായിരുന്നു, പുറത്തു പോകാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ലോക്ക്ഡൌണിന് തൊട്ട് മുമ്പ് ഒരു കർഫ്യൂ ട്രയല് പോയില്ലേ, പത്രം കൊട്ടിയതാണ്. വാർണിങ്സ് ഉണ്ട്, പക്ഷെ ലോക്ക്ഡൌൺ കംപ്ലീറ്റ്ലി പോകുന്നു അങ്ങനെ ഒരു ന്യൂസ് ഉണ്ടായില്ല. ലൈക് ഒരു വാർണിങ്സ് മാത്രമേ ഉണ്ടായുള്ളൂ. കണ്ടിട്ടില്ലല്ലോ. എന്നിട്ട് 24 മണിക്കൂർ ആദ്യം ഒരു കർഫ്യൂ അടിച്ചില്ലേ ലോക്ക്ഡൌൺ. അത് മറന്നു. അതിനല്ലേ പാത്രം കൊട്ടിയത്? അതിന് മുമ്പ് ഒരു 24 മണിക്കൂർ വീട്ടിലിരിക്കണം. അന്ന് ഭയങ്കര സീനൊക്കെ ആയിരുന്നു. മറ്റേ തീപ്പൊട്ടിക്കുള്ളിൽ ഇങ്ങനെ കത്തിച്ചത്തിച്ച് ഒരെണ്ണം ബാക്കിലേക്ക് വന്ന് ബാക്കി കത്തൂല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള സാധനങ്ങള് മറ്റേ മീംസ് ഒക്കെ അങ്ങനെ വന്നല്ല. അപ്പൊ അന്ന് കുറെ ട്രോൾസ് ഒക്കെ ഉണ്ടല്ലോ, രണ്ടാമന്മാര് സാധനം തീർന്നിട്ട് മേടിക്കാനായിട്ട് പോലീസ്. ആ സീനൊക്കെ ഓർമ്മയില്ല. അതൊക്കെ പഴം അല്ലല്ല, അത് ലോക്ക്ഡൌൺ അല്ലാണ്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു. ചേട്ടൻ അവൻ എന്റെ അനിയനാണ്, നിന്റെ അനിയനാണ് പ്രധാനമന്ത്രിയാന്ന് ചോദിച്ചത്. അത് കർഫ്യൂന്റെ അന്നായിരുന്നു. അതെ, അപ്പൊ എല്ലാരും പറഞ്ഞ ലോക്ക്ഡൌൺ മുമ്പുള്ള ഒരു ട്രയൽ ആയിരുന്നു ആ കർഫ്യൂ എന്നാണ്. പക്ഷെ സീനെന്ന് വെച്ചാൽ ഒന്നാമത്തെ പണിയൊന്നുമില്ല, എന്നാലും ഇനി എന്ത് എന്നുള്ളൊരു സീനാണ്. ഫുഡ് എല്ലാം പോയില്ലേ. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യണമായിരുന്നു ലോക്ക്ഡൌണില്? ശരിക്കും എന്താ പറയാൻ പറ്റുന്ന പറഞ്ഞാൽ മതിട്ടോ. അങ്ങനെയാണ് വിമലാണ് ഏറ്റവും വലിയ പരിപാടി ഒപ്പിച്ചത് ലോക്ക്ഡൌണില്. ആരും ഒപ്പിക്കാത്ത പരിപാടി. ഞാൻ ആ ടൈം എനിക്ക് തോന്നുന്നു കുറച്ച് ലൈക്ക് വേറെ ആർക്കും കിട്ടാത്ത, ഐ മീൻ ആ ഒരു ടൈമില് കംപ്ലീറ്റ് ഒരു മീ ടൈം ആയിരുന്നു. എനിക്ക് തോന്നുന്നു വേറെ വർക്കിന്റെ പ്രഷർ ഇല്ല, കിട്ടാത്ത എന്തോ പറയാ, അങ്ങനല്ല, ഒരു പേഴ്സണൽ സ്പേസ് കിട്ടിയ ഒരു ടൈമാണ്. അതായത് വേറെ ജോലി തിരക്കുകളൊന്നും ഇല്ല, ഈവൻ ഫ്രണ്ട്സ് പോലും ഇല്ലാത്തൊരു ടൈം ആയിരുന്നല്ലോ. അപ്പൊ വീട്ടിൽ വെറുതെ ഇരിക്കുക, എന്ത് ചെയ്യുന്നില്ല. അല്ല അങ്ങനെയല്ല, നമ്മൾ എന്തെങ്കിലും പരിപാടി ഒന്നില്ല, വർക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടുള്ള ഒക്യുപ്പൈഡ് ആയിക്കത് എന്ന് വെച്ചാൽ ഒന്നുമില്ല. ബേസിക്കലി വീട് എനിക്ക് തോന്നുന്നു അത്രയും വർഷം ഞാൻ എനിക്ക് വീട്ടില് അതുപോലെ ഇരുന്നിട്ടുണ്ടാവൂല. വീട്ടിലൊക്കെ മാക്സിമം ആഴ്ചയിൽ ഒരിക്കലൊക്കെ വെറുതെ ഒരു സൺഡേ ഒക്കെ ഇരിക്കണ ഞാൻ. ഇത് കോൺസ്റ്റന്റ്ലി ലൈക് 1-2 മന്ത് ഇങ്ങനെ കംപ്ലീറ്റ്ലി ഇരിക്കണല്ലോ. അപ്പൊ എന്തെങ്കിലും ചെയ്യണമല്ലോ. എന്താ ചെയ്ത ഒരു അല്ല ഹെൽത്ത് കോൺഷ്യസ് ആയിരുന്നു ആ സമയത്ത്. അപ്പൊ ഞാൻ വിചാരിച്ച് ലൈക് ജിമ്മിൽ പോകാൻ പറ്റൂല, എളുപ്പത്തിൽ ചെയ്യാൻ തൊട്ട് പറയുക തന്നെ നമുക്ക് ലാൻഡ് ഉണ്ടായി. അവിടെ വെറുതെ കാട് പിടിച്ച് കിടക്കുന്നു. ഒരു പ്രഭാതത്തിൽ നമുക്ക് തോന്നി വെറുതെ വെട്ടിത്തളിക്കാം. അങ്ങനെ തുടങ്ങിയത്. പിന്നീട് അതൊരു എന്താ പറയാ, ഒരു ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്യുന്നൊരു കൃഷി. കൃഷിയാണ് കൃഷിയിലേക്ക് ഇറങ്ങിയത് കോവിഡ് ടൈമില്. കർഷകശ്രീ ഈ കോവിഡ് ടൈമിലാണല്ലോ മറ്റേ രാവിലെ പണ്ട് നമ്മള് രാവിലെ ഇറങ്ങി ഇപ്പൊ കൂട്ടുകാരുണ്ട്. കോവിഡ് ടൈമിലാണ് മറ്റേ വീഡിയോ കോളിന്റെ സംഭവം വന്നത്. രാവിലെ എല്ലാരും മറ്റേ വീഡിയോ കോളിൽ വരും. ഗ്രൂപ്പ് കോളിൽ വന്നപ്പോ ഞാൻ വീട്ടില്, ഇവൻ വീട്ടില്, കിരൺ കാനഡയിൽ നിന്ന് വീട്ടില്, എല്ലാരും വീട്ടില. അന്നും പറമ്പില്ല. വൻ കൃഷിയായിരുന്നു ഇവൻ. ഇവനാ ബാക്കിലുള്ള സ്ഥലത്ത് മൊത്തം കൃഷി. ഇവനുണ്ട് സീരിയസ് ആയിട്ടൊക്കെ
രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എല്ലാരും വീഡിയോ കോളിൽ ഇരുന്ന് വർത്താനാണ്, പണിയൊന്നുമില്ലല്ലോ. വൈകുന്നേരമൊക്കെ ലൂഡോ കളിക്കാൻ വെട്ടുക, ഇൻസെക്യൂർ ആവാൻ ലൂഡോ കളിച്ച്. കോവിഡ് ടൈമിൽ മെയിൻ പരിപാടി ലൂഡോ റൂം ഇട്ട് ഇവൻ കയറും, ഒരാളെ കോൺസെൻട്രേറ്റ് ചെയ്ത് വെട്ടും, ഇയാൾ പണിക്ക് പോവും. വൈകുന്നേരത്തെ കോളിൽ തീർക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ പുള്ളി ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിച്ചു തുടങ്ങി. എടാ ഈ കോവിഡ് കാരണമല്ല ഞാൻ പഠിച്ചത്, കൃഷി നല്ലൊരു സാധനം, എനിക്ക് പേടിയും വാഴ. മെയിൻ വാഴയായിരുന്നു, പക്ഷേ ഈ പറഞ്ഞാല് എനിക്കാണ് വീട്ടില് നമ്മള് കറി വെക്കണ എല്ലാ പച്ചക്കറിയും, പച്ചിങ്ങയാണെങ്കിലും ഈ പാവയ്ക്ക, ചീര പറയുമ്പോ അവന്റെ മുഖത്ത് കയ്പുണ്ട്. ആ സമയത്ത് കൈ കിട്ടാവുന്ന എല്ലാ വിത്തുകളൊക്കെ അവിടെ നമ്മുടെ അടുത്തുള്ള കടയിൽ നിന്നൊക്കെ മേടിച്ച് എല്ലാം ചെയ്യുമായിരുന്നു. അത് ഇന്നതൊന്നുമില്ല. അപ്പൊ ഫസ്റ്റ് അതൊരു പറമ്പ് ക്ലീനിങ് മാത്രമായിരുന്നു. എന്നുവെച്ചാ എനിക്കൊരു 10 സെന്റ് സ്ഥലം ഉണ്ടാവും. അപ്പൊ ഈ 10 സെന്റ് സ്ഥലം എനിക്ക് ക്ലീൻ ചെയ്യാൻ തന്നെ ഓൾമോസ്റ്റ് ഒരു 20 ദിവസം എടുക്കും. കാരണം എല്ലാ ദിവസം ഞാനിങ്ങനെ കുറച്ച് വർക്കായിട്ടാണ് ചെയ്യണം. രാവിലെ ആരും ഉണ്ടായില്ല. ആദ്യം രാവിലെ എണീറ്റ് ഒരു സെഷൻ ഒരു 8 തൊട്ട് ഒരു 11 വേണ്ടിട്ട്, വൈകുന്നേരം ഒരു 3:30. പക്ഷെ കൊതുകൊക്കെ ഇല്ലാത്തൊരു ടൈം നോക്കി ഈവൻ ഈ പറഞ്ഞപ്പോഴാണ് എല്ലാവരുടെയും വണ്ണം കുറഞ്ഞതും കുറച്ചു പേരുടെയൊക്കെ വണ്ണം കൂടിയ ടൈമായിരുന്നു കോവിഡ്. ഭയങ്കരമായിട്ട്, കാരണം ചിലർക്കൊന്നും കിട്ടാനില്ല എന്ത് കഴിക്കാൻ. ചിലരൊക്കെ ഭയങ്കര ധ്യാനൊക്കെ വണ്ണം കുറച്ച് കോവിഡ് ടൈമിലല്ലേ ഫോട്ടോയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളൊക്കെ കോമൺ ഓഡിയൻസ് സെലിബ്രിറ്റി കോവിഡില് ഞാൻ ആക്ച്വലി അതിന് തൊട്ട് മുമ്പാണ് ദുബായിലേക്ക് പോയിരുന്നത് 2020. അപ്പൊ ജാനുവരി ലാസ്റ്റാ പോണത്. അപ്പൊ അതുവരെ നമ്മൾ മറ്റേ ന്യൂസിലും ഇങ്ങനെയൊക്കെ കാണുമല്ലോ, കോവിഡ് ഭീഷണിയുണ്ട്, ചൈനയിൽ ഇങ്ങനെ ഒരു വിഷയം വന്ന്. ഞാൻ ബ്രേക്കല്ലേ, ചൈനയിൽ ഇത് വന്നപ്പോഴില്ലേ പള്ളിയിലൊക്കെ വിളിച്ചു പറയും ചൈന വുഹാനിൽ ഇങ്ങനെ എല്ലാരും. അപ്പൊ ഞാൻ പിന്നെ ചൈനയിലുള്ള നമ്മളെ പരിപാടിക്കുക. സത്യം ഇതേ സാധനമായിരുന്നു എനിക്ക്. കാര്യം അതിനൊന്നും നമുക്ക് മറ്റേ നിപ്പ പ്രശ്നമൊക്കെ വന്നിട്ട് പോയല്ല. അപ്പൊ ഞാൻ വിചാരിച്ചാ ഇത് ഇതുപോലെ ആൾക്കാരെ ഇത്ര പേടിക്കണം, ഇവിടെ ഒരു അസുഖം വന്നെന്നുള്ളതല്ല, നമ്മൾ ശ്രദ്ധിച്ചാൽ പോരെ. അപ്പൊ അന്ന് ജാനുവരി ലാസ്റ്റാണ് ഞാൻ പോണത്, 2020 ജാനുവരി ലാസ്റ്റ് എയർപോർട്ടിൽ ചെന്നപ്പോഴേ ആദ്യമായിട്ട് ചെക്ക് ഇൻ കൗണ്ടറിൽ ഞാൻ നോക്കുമ്പോൾ അവിടെ സ്റ്റാഫൊക്കെ മറ്റേ മാസ്ക് വെച്ചിട്ടിരിക്കണം. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ മാസ്ക് കാണുന്നത്, N95. ഞാനപ്പോ വിചാരിക്കണം നിങ്ങൾക്ക് ഭ്രാന്താണ് ഒരുമാതിരി കോമാളികളി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മാസ്ക് ഒക്കെ ഇട്ടിരിക്കണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ചെക്ക് ഇൻ ചെയ്ത് ദുബായി പോയപ്പോ ദുബായിൽ വിഷയമൊന്നുമില്ല, അങ്ങനെ അധികം ആൾക്കാർ ചിലർ വെച്ചിട്ടുണ്ട് കേട്ടോ, ചില ഏഷ്യൻസ് ഫിലിപ്പീൻ ആൾക്കാരൊക്കെ ഫിലിപ്പീനൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഫെബ്രുവരിയിൽ ഞാൻ തിരിച്ചെത്തി കറക്റ്റ് 1 മാസം കഴിഞ്ഞപ്പോ ലോക്ക്ഡൌൺ ആയി. അപ്പൊ യാത്ര എങ്ങനെ ഞാൻ 1 മാസം വൈകിയാണ് പോയി, ഞാൻ ദുബായിൽ പെട്ടുപോയത്, റിച്ച് ആയിട്ട് പെട്ടുപോയത് ഞാൻ. അപ്പൊ അതിന്ന് അറബികളുടെ ഇടയിൽ നിന്ന് ലോക്ക്ഡൌണിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടില് വന്ന് ഗോട്ട് ലൈഫ്. അതെ ഗോട്ട് ലൈഫിലേക്ക് പോകേണ്ടതായിരുന്നു ഞാൻ. കാര്യം ആലോചിക്കണ നിക്കാൻ പോലും ഒരു സ്ഥലമില്ലാതെ മണലാരണ്യങ്ങളിൽ പെട്ടുവരാ. എന്നിട്ട് തിരിച്ചു വന്നപ്പോ ആദ്യമൊക്കെ കുറെ എല്ലാവർക്കും ഡിപ്രഷന്റെ ഒക്കെ തുടക്കം, പലരും മെന്റൽ ഹെൽത്തിനെയൊക്കെ പറ്റി സംസാരിച്ചു തുടങ്ങിയ സമയമാണ്. കാര്യം ആൾക്കാർക്ക് സ്വയം ചിന്തിക്കാനുള്ള സമയം കിട്ടി. അപ്പൊ കൃഷി ചെയ്ത് തുടങ്ങി. അതെ ചിലര് മറ്റേ വീടിന്റെ ജനലിന്റെ കമ്പി ടൈൽസിന്റെ എണ്ണ എടുക്കാൻ. ഞാൻ എന്റെ മുറിക്ക് ഇത്ര സൗന്ദര്യം ഒന്നും തിരിച്ചെന്നെ പോയിട്ടില്ല, ഒന്നുമില്ല. ഞാൻ കൂടുതൽ കുറെ സിനിമ ഉണ്ട്. ഞാൻ കന്നഡ കാണാത്ത ഭാഷയില്ലേ, കന്നഡ. ഇവന് രാവിലെ വിളിച്ചിട്ട് ഇത് കണ്ട ഇവനെന്തൊക്കെയാ വിളിച്ചത്, ഞങ്ങള് കന്നഡയൊക്കെ ഡബ് ചെയ്യേണ്ടിരുന്നതാണ്. കൊറിയൻ പടമൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഞാൻ കോവിഡ് ടൈമിൽ ഞാൻ കോവിഡ് ടൈമിലെ തുമ്പാട് കണ്ടു. അതൊരു ഫീൽ ആയിരുന്നു. ഞാൻ തുണ്ടെന്ന് കേട്ടോ, അത് പറയാൻ പറ്റൂല. ഗ്രൂപ്പിന്റെ പേരൊക്കെ ഉണ്ടായി പറഞ്ഞ കല്യാണം അടുത്ത മാസം. അപ്പൊ ടെൻഷനായി. ശരിക്കും പറഞ്ഞാണ് തുണ്ടല്ല തുമ്പാടാണ്. തുമ്പാട് അങ്ങനെ കണ്ട. അപ്പൊ അങ്ങനെ കുറെ പടം ഞാൻ മറ്റേ തെലുങ്കിലരുടെ മറ്റേ ഗൂഢാചേരി ഗൂഢാചേരി എന്നപ്പോഴാണ് വിറ്റ്. ഗൂഢാചേരിയിലെ ക്ലൈമാക്സ് ഉണ്ട്. ഗൂഢാചേരിയുടെ ഏവരു എന്നൊക്കെ പറഞ്ഞ ഒരു പടമുണ്ട്, അത് വിശേഷ് മേജർ അല്ലേ, മലയാളം മേജർ. അവന്റെ പടങ്ങൾ ഏതൊക്കെ ഗൂഢാചേരി എന്തുകൊണ്ടിരിക്കണേ. അപ്പൊ ഞാനും കണ്ടുകൊണ്ട് നല്ല ഇൻട്രസ്റ്റിംഗ്. തെലുങ്കിലാണ് കാണുന്നത്, സബ് ടൈറ്റിൽ ഇല്ലെങ്കിൽ പാളി.
മാസം ഇടുന്നത് നല്ല രസമുണ്ട് അവിടെ. കൂടാതെ ഇങ്ങനെ കണ്ട് ഇതിന്റെ ക്ലൈമാക്സ് എത്തിയപ്പോ ലൂസിഫർ അത് തന്നെ ഡിറ്റോ കാരണം ഒക്കെ ഗ്ലാസ് അതെടുത്ത് വെച്ച് ഇവൻ നടത്തണം. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇവന് നാണല്ല, ഇവന് ഇതിന്ന് തൂക്കിയതാണ്. മനസ്സിലായത് അതാണ് അത് ഇറങ്ങിയത്. അതാ വിറ്റായിരുന്നു അങ്ങനെ. അല്ല പടം കണ്ട് എനിക്കാണ് OTT ഇതൊക്കെ കുറെ കൂടി അല്ലെ ആൾക്കാരുടെ ഇടയിലേക്ക് വന്നത് OTT കോവിഡ് സമയത്താണ്. ഞാനും എന്തൊക്കെ പടങ്ങളായി മറ്റേ അല്ലു അർജുന്റെ പടം ഉണ്ട് അല്ലല്ല എന്റെ വീട് സൂര്യ എന്റെ വീട് ഇന്ത്യ പട്ടാളക്കാരൻ അങ്ങനെ എന്തോ നമ്മുടെ എന്റെ വീട് അപ്പൂന്റെ അങ്ങനത്തെ ഒരു പടമൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കുറച്ച് മൊത്തം സൈക്കോളജിലേക്ക് പോയി അന്ന്. പക്ഷെ അന്ന് പിന്നെ പ്രൊഡക്റ്റീവായിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബേഴ്സ് ഒരുപാട് പേര് തലയുയർത്തിയത് ആ സമയത്താണ്. ഒരുപാട് പേര് കോവിഡ് എന്ന് പറയുമ്പോ പുള്ളി വരും. അതെ അതെ, ഇപ്പൊ അർജു ആയിക്കോട്ടെ ഷസാം അവരുടെയൊക്കെ സുവർണ്ണകാലം യൂട്യൂബ് 2020 സമയത്താണ്. അപ്പൊ അന്ന് എനിക്കും അതിന്റേതായ ഗുണങ്ങളുണ്ടായിരുന്നു. കസിൻസ് ഞാനൊക്കെ വെറുതെ ഇരിക്കണായിരുന്നു. മൊത്തം കുക്കിങ്ങും അപ്പൊ അവരുള്ളതുകൊണ്ട് എന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ എടുക്കണേൽ കോൺസെൻട്രേറ്റ് ചെയ്യും. മറ്റേ പാചകമൊക്കെ അവർ ചെയ്തോളൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടായിരുന്നു. പാചകം ഫുഡാണ് ഏറ്റവും എന്ന് വെച്ചാൽ പണ്ടെന്ന് പറഞ്ഞാൽ പല പല മെനു ആയിരിക്കും. ഇത് വേറെ മെനു ഒന്നുമില്ല. ഫുൾ ജാർ സോഡ അതുണ്ട്. അത് ഫുൾ ജാർ സോഡ ഇതിനു മുന്നെയാണ് ട്രെൻഡ് ആയത്. വേറെ മീമൊക്കെ വന്നു തുടങ്ങി. ഇത്ര സോഡയൊക്കെ ഭക്ഷണം വേസ്റ്റ് ചെയ്തോണ്ടാണ് ലോകം മൊത്തം ഇപ്പൊ കോവിഡ് വന്നിട്ട് ഇപ്പൊ ആർക്കും ഒന്നും ഇല്ലാത്തത്. കോവിഡിലാണ് ഓരോ ഫുഡ് വന്നിട്ട് ഡൽഗോണ കോഫി, ബക്കറ്റ് ചിക്കൻ ചിക്കനൊക്കെ കോവിഡിന്റെ. പിന്നെ ഏറ്റവും വിറ്റെന്താ അറിയോ, ന്യൂസ് ചാനലിൽ വരും ഡ്രോൺ പുറത്തെ ആളെ പിടിക്കൂലേ. ഓടുന്നത് അങ്ങനെ ഫുൾ വിറ്റായിരുന്നു. ജോലി ഭാരം ഉണ്ടായില്ല കാരണം എനിക്ക് കോവിഡിന് 1 മാസം മുന്നെയാണ് എനിക്ക് ലേ ഓഫ് നടന്നത്. ഇല്ല നിനക്കുണ്ടായില്ലേ? എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ജോലി ഭാരമില്ല. നിനക്ക് ജോലി ഉണ്ടായില്ലേ സമയത്ത്? ലുഡോ കളിക്കുക. ലുഡോ ഞാനൊരു കിങ്ങായിരുന്നു. മാനസികമായിട്ട് ആൾക്കാരെ പീഡിപ്പിക്കുക. വീട്ടിലിരിക്കുന്ന വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ട് ലുഡോ കളിക്കുക. അപ്പൊ എനിക്കൊരു താല്പര്യമില്ല. അപ്പൊ നിർബന്ധിച്ചുകൊണ്ടിരുന്നു ലുഡോ കളിക്കുക. എന്നിട്ട് ഞാനും ഇവനും കൂടി കയറി ഞങ്ങള് ടീമപ്പ് എന്നിട്ട് മറ്റേ പ്ലാൻ ചെയ്ത് കൊല്ലും. കുറച്ച് കഴിയുമ്പോ ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ലുഡോ അതിന്റെ ഒരു പീക്ക് ലെവലായിരുന്നു. കോള് കണക്ട് ചെയ്ത് ലുഡോ സംസാരിച്ച് കളിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അല്ല ലുഡോ കളിച്ച് പിന്നെ അംഗം ശരിക്കും വന്നത് വാട്സാപ്പ് ഗ്രൂപ്പിലാ. ഒപ്പിക്കുമല്ലോ 1000 മെസ്സേജ്. 1000 മെസ്സേജ് ഭൂമി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക്. എന്തോന്ന് ആക്ച്വലി എന്താ പറഞ്ഞാൽ എന്താണ് അന്നത്തെ എങ്ങനെയാന്ന് അറിയോ, കോവിഡ് ടൈമില് ഇപ്പൊ നമ്മള് 4 പേര് വെറുതെ ഇരിക്കുകയാണല്ലോ. അപ്പൊ കാർത്തിക് എനിക്ക് അയക്കണം മീമ എന്നായിരിക്കും ഞാൻ ഇവനയക്കുന്നത്. അപ്പൊ ഇങ്ങനെ സർക്കിള് പോണ് എന്നുവെച്ചാ. അപ്പൊ അവസാനം ഇങ്ങനെ ഞങ്ങളെല്ലാ ഫ്രണ്ട്സും ഒരേ സാധനം അയക്കണേ. മറ്റാണല്ലോ ഭൂമി ഉരുണ്ടതാണല്ലോ. ചിന്തിച്ചില്ല ഭൂമി എല്ലാവരും ഇതിലിട്ട് നമ്മുടെ തലയൊക്കെ വെട്ടിവെട്ടിച്ച് ട്രോള് ഞാൻ തന്നെ ഉണ്ടാക്കും. ഇവരെയൊക്കെ വെട്ടിവിട്ടിച്ച്. അതെ ഇപ്പഴല്ലേ മറ്റേ പ്ലാവടി ബോയ്സ് ഒക്കെ ഹെലികോപ്റ്റർ. ഞാൻ അന്ന് ദാറ്റ് ടൈം പുറത്തായിരുന്നു ആൾക്കാരെയൊക്കെ എഡിറ്റ് ചെയ്തിട്ട്. പിന്നെ അന്ന് കൊറേ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്തെന്തായിരുന്നു. സ്കില്ല് അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഞാനന്ന് എനിക്ക് മിക്ക രാത്രികളും ഉറക്കമൊന്നുമില്ലായിരുന്നു. മറ്റേ കസിൻസ് ആയിട്ട് വ്ളോഗ് രാത്രി എഡിറ്റിങ്ങും അങ്ങനെ ഇങ്ങനെ പണിയെടുത്തിട്ടുണ്ട്. അതെ അതെ ഞാനന്ന് ശരിക്കും പണിയെടുത്ത്. അപ്പൊ അതിന്റേതായ ചാനലൊന്നും നല്ലോണം കയറിക്കൊണ്ടിരുന്ന എനിക്കൊരു സ്വഭാവം ഉണ്ട്. എന്തെങ്കിലും ഒരു സാധനം ഹിറ്റായ പെട്ടെന്ന് ഒരു സിനിമ നിർത്തിക്കളെ. എന്താ പറയുക എനിക്കത് ഇഷ്ടമല്ല. ഞാൻ നോക്കുമ്പേ ഭയങ്കര റീച്ച് അതെനിക്ക് ഇഷ്ടമില്ല. എനിക്ക് എത്ര പ്രസിദ്ധരാവണ്ട. അതെ അതൊന്നും ഞാൻ വെച്ചാൽ ലൈറ്റ് ആകാൻ. ഏറ്റവും കൂടുതൽ കുക്കിംഗ് ചാനൽസ് വന്നത് എനിക്ക് തോന്നുന്നു കോവിഡ് ടൈമില്. യൂട്യൂബ് ബ്ലോഗ് ഒക്കെ ഭയങ്കര ഹിറ്റായിരുന്നു ആ ടൈം. ഞാൻ ഈ സാധനം ഒന്നും തിന്നാൻ കിട്ടൂലല്ലോ ആ സമയത്ത്. ഞാൻ ഫുൾ ടൈം പോകുമ്പോ മൃണാൾ ബ്ലോഗ് ഒക്കെ കാണുള്ളൂ. അവരുടെ പഴയ ബ്ലോഗ് ഒക്കെ കാണാം. അപ്പൊ അതിൽ കുറെ വെള്ളം വരും. അപ്പൊ അത് വിഴിഞ്ഞ അതൊന്നും കിട്ടാനില്ല. ചിക്കനൊന്നും വന്നില്ല. അല്ല കുറച്ച് കഴിയുമ്പോ പലരും കിടക്ക് ഓപ്പൺ ആയില്ല. അത് കുറച്ച് സമയം എടുത്ത്. കാരണം പാനിക് ബൈയിങ് ആയിരുന്നു ഏറ്റവും വലിയ സീൻ. ഈ ലോക്ക്ഡൌൺ വീട്ടിലുള്ളവനും ഇല്ലാത്തവനും വെറുതെ കുറെ ആൾക്കാർ ഒന്ന് പെട്രോൾ അടിച്ചിട്ടാ. ഞാനും അവനും കൂടെ അത്യാവശ്യം സാധനം വാങ്ങാൻ സൂപ്പർ മാർക്കറ്റ് പെട്രോൾ പമ്പിൽ അതിലും വലിയ ഇടി. ഭയങ്കര എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് ഇവരെല്ലാരും ഫുൾ ടാങ്ക് അടിച്ചിട്ട് വീട്ടിലിരിക്കണം. അതാണ് അതിലും വെച്ച് എനിക്ക് മനസ്സിലാവുള്ളത് എന്താന്ന്. ഏറ്റവും കൂടുതൽ എന്താണെന്നറിയോ, ഈ വീഡിയോ കോൾ ഹെയർ സ്റ്റൈൽ പരീക്ഷിക്കുക. എല്ലാരും എല്ലാരും മൊട്ടടിച്ചിട്ടേ വരുന്നത്. കാരണം എന്താ പുറത്തു പോകണ്ട. അന്ന് കോവിഡ് ടൈമിൽ മെയിൻ ആയിട്ട് എല്ലാരും മൊട്ടടിക്കുക, പല്ലി കമ്പി ഇടുക,
ഇൻസെക്യൂർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു മറ്റേ ഹെയർ ഫിക്സിംഗ് ഒക്കെ കുറെ ആൾക്കാരെ നടന്മാരൊക്കെ പെട്ടെന്ന് ഇത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എല്ലാരും മുടിയൊക്കെ ഇട്ട് പോകും. അങ്ങനെ കുറെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. ഇട്ടായിരുന്നു ആ സമയം. പിന്നെ ഞാനിതൊക്കെ തന്നെ അല്ല, ആദ്യത്തെ വേവ് ആൾക്കാർക്ക് ആദ്യം കുറച്ച് വിഷമൊക്കെ ഉണ്ടായി, വീട്ടിൽ നിന്നിട്ട് ഭയങ്കര. സെക്കൻഡ് വേവ് വന്നപ്പോ ഉണ്ടല്ല ആദ്യത്തെ വേവില് എന്താന്ന് പറഞ്ഞാല് അന്ന് എനിക്ക് എന്റെ ഒരു കസിൻ ക്യാരിങ് ആയിട്ട് ഞാൻ ആശുപത്രി, അപ്പോഴാണ് ഞാൻ എത്ര പേരുടെ ജോലി പോയിട്ട് അവർ സ്ട്രീറ്റിൽ ഇങ്ങനെ ഫ്രൂട്ട്സ് വിൽക്കുന്നത്, ഫിഷ് വിൽക്കുന്നതൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ തോമ്പടി ആ സൈഡില് ഇത് കൂടി. അപ്പോഴാണ് ആ ഒരു, നമുക്ക് ജോലി ഇല്ല, പക്ഷെ ഇങ്ങനെ ഒരു ചിന്ത വന്നത് അങ്ങനെയാണ്, കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് എന്നുള്ള രീതി. അത് ആ ടൈമിലാണ് ഭയങ്കര ഒരു ഹിറ്റ് ചെയ്ത് എനിക്ക്. ഇവ മറ്റേ ആ സമയം ഡാഡീസ് പ്രിൻസ് ആയിരുന്നു. ആ സമയത്ത് പിന്നെ പുള്ളിക്ക് ഇങ്ങനെ ഇടയ്ക്ക് റിയാലിറ്റി ഹിറ്റ് അടിക്കും. ഞങ്ങൾ അങ്ങനെ പടം കണ്ടുകൊണ്ടിരുന്നത് ഒരാഴ്ച സൈക്കോ പടമാണെങ്കിൽ കുറച്ചാൾ ഞങ്ങൾ മൈൻഡ് കട്ടാവും, പിന്നെ ഞങ്ങൾ ഒരാഴ്ച ഫീൽ ഗുഡ് ആയിരിക്കും. എവിടെ നിന്നൊക്കെ എടുത്തോണ്ട് തന്നെ ഇഷ്ടംപോലെ അന്ന് തന്നെ വിളിച്ചത് അത് കാണാൻ. ഒന്നാമത് പുറത്തു പോലും എന്റെ പിന്നെ വീടെടുത്താ ഇവനെ കാണാൻ പോലും പറ്റില്ല. അന്നത്തെ തെണ്ടിയൊക്കെയാണ് അയച്ചത്. ഇത് കാണാൻ നൈസാണ്. അക്കാണ്ടേക്ക് അയച്ചത് സെക്കൻഡ് വേവ് ഉമാരുടെ വിറ്റായിരുന്നു. ഉമാർ മണാലി പോയിട്ട് വന്നിട്ട് ആ സമയത്ത് ഇല്ലില്ല, സെക്കൻഡ് വേവ് വരുന്നതിന് മുന്നേ. സെക്കൻഡ് വേവ് വന്നിട്ടും കുറച്ചാൾ ലോക്ക്ഡൌൺ വന്നില്ല. എല്ലാവരും ഞാൻ പറഞ്ഞതാ പോകണ്ടെന്ന്. എനിക്ക് പോകാൻ പറ്റില്ല. എനിക്ക് ആ സമയത്ത് ഒരു ജോലി കിട്ടി. അപ്പൊ ജോലി ട്രിപ്പ് വന്നപ്പോ എനിക്ക് പോകാൻ പറ്റില്ല. എന്നിട്ട് എന്നെ ഇവന്മാരെന്താ ചെയ്തെന്ന് പറയും, മണാലി പോയിട്ട് മഞ്ഞിൽ എന്റെ പേരൊക്കെ എഴുതി വെച്ച് വി മിസ് യു എന്റെ സ്റ്റോറി എടുത്തിടാ. ഞാനിപ്പോ പുതിയ ഓഫീസിൽ ജോലി കയറിയിട്ട് ഇരിക്കുകയാണ് ഇതൊക്കെ കണ്ടോണ്ട്. തിരിച്ചു വന്നിട്ട് വിളിക്കാൻ പോയത് വിമല. അപ്പൊ ഞാൻ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് കണ്ണൂർ എന്തോ, ഞാൻ കണ്ണൂരിന്ന് തിരിച്ചു വരുമ്പോ സ്ഥലം ഞാൻ വന്ന് വിളിക്കാം. അതെന്തിനാ, പിന്നെ തുടങ്ങാനാ, മണാലിയിൽ അതുണ്ട്, മണാലിയിൽ ഇതുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ നീ വാ. അങ്ങനെ ഇവൻ എന്നെ വന്ന് പിക്ക് ചെയ്ത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. അപ്പൊ ഇവൻ ഇങ്ങനെ കഥ പറഞ്ഞു. അപ്പൊ എനിക്ക് നല്ല വിഷമമുണ്ട്. പറഞ്ഞു നമുക്ക് ഐലൻഡിൽ പോയിട്ട് കോൾഡ് കോഫി കുടിക്കാം. അത് നൈസാ. കോൾഡ് കോഫി കുടിക്കണവരെ ഇവൻ എന്നെ കൊന്നോണ്ടിരിക്കണായിരുന്നു മണാലിയിലെ കഥയും പറഞ്ഞു. കുറച്ചേരം കഴിഞ്ഞപ്പോ വിവേക് എന്ന് പറഞ്ഞ നമ്മുടെ ഇതിന്റെ ക്യാമറമാനാണ് എന്റെ ബാക്കിലുണ്ട്. ക്യാമറമാൻ ഇവനെ വിളിച്ച്. അപ്പൊ ആ കോളിൽ എങ്ങനെയാന്ന് അറിയോ, കോവിഡ് ടൈമാണ്. ആൾക്കാർക്ക് കോവിഡ് മറ്റേ ടെസ്റ്റ് ഉണ്ടല്ലോ, RT-PCR ആന്റിജൻ ഒക്കെ നടക്കണം. അപ്പൊ ഈ പേരുകൾ ആരെങ്കിലും ഫോണിൽ പറയണായിട്ട് തന്നെ എല്ലാരും ഇങ്ങനെ നോക്കും. ആ കാലഘട്ടമാണത്. ഞാൻ കോൾഡ് കോഫി കുടിച്ചോണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് പുള്ളി ഒരു പഴംപൊരി എടുത്തിട്ട് ലോട്ടറി ആയി. പൊട്ടൻ പഴംപൊരി അവിടെ വെച്ചിട്ട് എനിക്ക് വേണോന്ന് ചോദിച്ചു. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണേ. ലിറ്ററലി കണ്ട വിവേക് വിളിച്ചിട്ട് എനിക്ക് ഫോണിൽ കൂടി കേൾക്കാം RT-PCR ആന്റിജൻ എന്നൊക്കെ അവിടെ നിന്ന് കേൾക്കണ്ട്. ഇവന്റെ വായിൽ പഴംപൊരി ഇങ്ങനെ ഇരിക്കണേ. എന്നിട്ട് ഇവന് ഇങ്ങനെ എടുത്തിട്ടേ കോൾഡ് കോഫി ഒക്കെ അവിടെ വെച്ചിട്ട് പുള്ളി പുറത്തേക്ക് പോയി. മാസ്ക് ഒക്കെ എടുത്തിട്ട് എന്നെ ഇങ്ങനെ വിളിച്ച്, ചെന്താ ചെന്താ ഞാനിത് കുടിച്ചിട്ട് തരുള്ളൂ. ഇല്ല വാ. ഭയങ്കര പാനിക്കാണ്. വണ്ടി കയറി ഇരുന്നിട്ടേ നീ ബാക്കിൽ ഇരുന്നിട്ട് നീങ്ങിയിരുന്നേന്നൊക്കെ. ഞാൻ പറഞ്ഞു ടൂ വീലറില്ല. ഞാൻ നീങ്ങിയിരുന്നേ. ചെന്താ ഒരു കാര്യം പറയാനുണ്ട്, നമ്മുടെ കൂടെ ഇവന്മാരുടെ കൂടെ ട്രിപ്പ് വന്ന വിവേകിന് കോവിഡ് പോസിറ്റീവ് ആണ്. ഞാൻ പറഞ്ഞു അപ്പൊ നിനക്കും എനിക്കുണ്ടോന്ന് ഡൗട്ട് ഉണ്ട്. ഞാൻ വീട്ടിലാക്കിട്ട് ഞാൻ മറ്റേ ക്വാറന്റൈനിൽ പോണേന്ന്. ഇവന്മാർക്കൊക്കെ കോവിഡ് വന്നു. എല്ലാവർക്കും വന്നു. ഈ കൂട്ടത്തിൽ വേറെ എടുത്തിട്ടുണ്ടായിരുന്നു. അവൻ കോവിഡ് ആണെന്ന് മറച്ചു വെച്ച് കല്യാണ വീട് സിനിമാറ്റിക് പോയി. അത് പോയി പോണെന്തിനാന്നറിയോ പുള്ളിയുടെ വീട്ടുകാർ പറഞ്ഞു പോയി കഴിഞ്ഞാൽ കോവിഡ് വരുന്നു. നിഷേധിച്ചു വന്നാ പുള്ളിക്ക് അംഗീകരിക്കാൻ മടി. എനിക്ക് കോവിഡ് സകലമായിട്ട് സ്ഥലത്തേക്ക് ഇറങ്ങി. ഇന്നാണെങ്കിൽ കേസാണ്, അവനെ പിടിക്കാൻ പറ്റില്ല, ഇവിടെ അല്ല പുറത്താ. എന്നിട്ട് ഞാനിവരെ വിളിച്ചിട്ട് നിനക്ക് അവന്മാർക്ക് കോവിഡ് അല്ല അപ്പൊ നിനക്ക് ഇല്ല എനിക്ക് വരില്ലാന്ന്. മണാലിയിൽ വെച്ച് ആദ്യം പനി വന്നത് ഇവൻ പനി വന്ന് ഇവ ഭയങ്കര കിടപ്പിലായി പോയി. നമുക്കിതറിയാം ഇവനെന്തായാലും ഇവന് ഫുഡൊന്നും പിടിക്കുന്നില്ല. അപ്പൊ അതിന്റെ ഒന്ന് വിചാരിച്ചത്. പിന്നെ എങ്ങനെയും വീടെത്തിയത് എനിക്ക് അമ്മയുടെ ചോറും മീൻ കറി എന്നിട്ട് ഇവിടെ കൂടുമ്പോ ചെയ്ത് അകലമാന്റെ നാട്ടിലും കയറി കല്യാണ വീട്ടിൽ ഇവൻ സ്റ്റോറി കല്യാണ വീട്ടിലെ ആൾക്കാരോട് നിൽക്കണ് കൂടെ. അല്ല അന്ന് ഏറ്റവും കൂടുതൽ ട്രോൾ വന്നിരുന്ന ഒരു സാധനമാണല്ലോ കാര്യം കോവിഡ് പിടിച്ചിട്ട് ആൾക്കാര് എന്ത് സംബന്ധിച്ചാലും എന്റെ റൂട്ട് മാപ്പ് പുറത്തു വരുന്നത്. കേസ് എന്താ വെച്ചാ വിമലിന് പറ്റിയില്ല കേട്ടാ. വിമലാണ് ഞങ്ങൾ 4 പേരെ പിക്ക് ചെയ്ത് എനിക്കിതൊരു കോവിഡ് വന്നിട്ടില്ല. അതിന് വലുതെന്തോണ്ട് വെറുതെ നീ കല്യാണം കഴിക്കണം. അപ്പൊ ഇതിന്റെ കോവിഡിന്റെ ഈ ഇവന്റെ കേസ് പറഞ്ഞു ഇവനിങ്ങനെ
ഇതിന് ഒരിടക്ക് ഭയങ്കര വിലയായിരുന്നു ഈ ടെസ്റ്റിന്. അതൊക്കെ കുറെ ആൾക്കാർ മുതലെടുത്തിട്ടുണ്ട്. കാരണം മാസ്കിന് 2 രൂപയായിരുന്നു തുടക്കത്തില്, പിന്നെ മറ്റേ മാസ്കിന് മാത്രം 20 രൂപ വാങ്ങിയ കടക്കാരുണ്ട്. സാനിറ്റൈസർ ജീവിതത്തിൽ കാണാത്ത സാധനങ്ങൾ അത് വിറ്റാണ്. നമ്മളൊരു ഫ്രണ്ടിന് ITC-ലാണ് ജോലി. അപ്പൊ അവന്റെ പണി എന്താണെന്നറിയാം. അപ്പൊ ITC-ക്ക് കുറെ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ. ഇവന് ജോലി കിട്ടി, ITC-ല് ജോലി കിട്ടി 1 മാസം കഴിഞ്ഞപ്പോ കോവിഡ് വന്നു. കയറിയപ്പോ പുള്ളിയുടെ ഏറ്റവും വലിയ പുള്ളി കിട്ടിയ പ്രൊഡക്റ്റ് എന്താ പറയാ ITC-യുടെ സാൽവോണാ, സാനിറ്റൈസർ വിൽക്കല. കോവിഡിന് മുന്നെയാണ് ഇവന് ജോലി കിട്ടണം. അപ്പൊ 2 മാസം ഇവന് പീക്ക് പ്രഷറാ. ഇവൻ വിളിച്ചിട്ടൊക്കെ നമ്മളോടൊക്കെ പറയും എന്ന് വെച്ചാ ഇവന്റെ കൂടെ കയറിയ ഓരോ ആൾക്കാർ ITC-ല് കോവിഡിന് മുന്നേ കയറിയ ആൾക്കാർക്ക് ഒരാൾക്ക് സിഗരറ്റിന്റെ, ഒരാൾക്ക് ഇങ്ങനെ സോപ്പിന്റെ, ഇവർക്കൊക്കെ ഈ വിറ്റ് പോണ സാധനങ്ങൾ. അപ്പൊ അവന്മാരൊക്കെ എല്ലാ മാസവും ഡയറക്റ്റ് ഈ വണ്ണം മാത്രമേ, കാരണം സാനിറ്റൈസർ ആർക്കും വേണ്ട. കോവിഡ് ക്വാറന്റൈൻ തുടങ്ങിയപ്പോ പുള്ളി മറ്റേ പുള്ളിനെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പറയണ ഞാൻ ഭയങ്കര ചില്ല, എനിക്ക് ഈ മാസം ക്വാർട്ടർ ഇപ്പഴേ അടിച്ചതേക്കാം, സാധനം കിട്ടാനില്ല. കാര്യം കോവിഡ് തുടങ്ങണത് വരെ ഇല്ലേ സാനിറ്റൈസർ എന്ന് പറയുന്നത് ചില കൂൾ പെൺപിള്ളേര് മാത്രം കൊണ്ടുനടക്കുന്ന. അത് മാത്രല്ല, തമിഴ് പടത്തിലും ഇല്ല, തമിഴ് പടത്തിലും ബിഗിലൊക്കെ ഉണ്ട് സാധനം. ആണോ? ബിഗിലൊക്കെ ഈ ജാക്കി ഷറഫ് ഇങ്ങനെയൊക്കെ. അപ്പൊ ഞങ്ങള് ഇതെന്ത് സാധനം, പിന്നെയല്ലേ സാധനം ഇൻട്രൊഡ്യൂസ് ആയ സാധനങ്ങളാ സാനിറ്റൈസർ, മാസ്ക്. പിന്നെ അതൊരു ഇൻട്രോവേർട്ടിന്റെ കണ്ണുകരുവായിരുന്നു കോവിഡ് ടൈമില് മാസ്ക്. കാരണം ചിലര് ഫേസ് ചെയ്യാൻ മടിയുള്ള ആൾക്കാർ ഫുൾ ടൈം, ഞാനൊക്കെ ഫുൾ ടൈം ഞാൻ ഇൻട്രോവേർട്ടാണോ. പിന്നെ വെച്ച് തുടങ്ങിയാലെന്ന് ആലോചിക്കണ്ട് മാസ്ക്. അതെന്തിനാ ആൾക്കാർ തിരിച്ചറിയാനാണോ? അല്ല, നിന്നെ പോലെ ഒഴിവാക്കാനാണ്, നടന്നൊന്നും നോക്കാണ്ടതല്ല. ഇത് കാർത്തികേയ ഞാനില്ല. അങ്ങനെ കുറെ സാധനം ഇൻട്രൊഡ്യൂസ് ആയിട്ടുണ്ട്. ഇപ്പൊ ഫുഡ് ഇപ്പൊ നമ്മള് പറഞ്ഞ പോലെ കോവിഡ് ടൈമില് ഡൽഗോണ, പിന്നെന്താ ബക്കറ്റ് ചിക്കൻ കഴിച്ചതൊക്കെ ആയിരുന്നു വിറ്റ് കുറെ പേരുടെ. അങ്ങനത്തെ ചിക്കൻ കിട്ടാനില്ല. അതിന്റെ ഇടക്കാണ് ഈ സാധനം. ഞാൻ കുറെ നാൾ ഫുൾ ടൈം TV ഒക്കെ കണ്ടത് അപ്പോഴാണ്. OTT മേജർ ആയിട്ട് വന്നത് കോവിഡ് ടൈമിലാണ് കുറെ സാധനങ്ങൾ വന്നത്. പക്ഷെ TV കുറെ കാണാൻ കോവിഡ് പിടിച്ചടക്കുന്ന ടൈമിലാണ് ഈ പടം കണ്ടത്. അക്കാണ്ടൊക്കെ കാണും കോവിഡ് പിടിച്ചടക്കുമ്പോ. ബാല ഇപ്പട്ടുണ്ട്, എണ്ണം പണ്ടേ കാണുമ്പോയി. എനിക്കാണ് കോവിഡിൽ ലോക്ക്ഡൌൺ ആയ പിന്നെ ആദ്യമായിട്ട് ഇറങ്ങിയ പടം മറ്റേ CU അല്ലേ? ഞങ്ങളതില്ലല്ലോ, ഞങ്ങള് റിലീസായ പടം. അതിന് മുമ്പാണ്. അല്ല, അതിന്റെ ഇടയില് ജോജി അത് കഴിഞ്ഞിട്ടാണ്. ജോജി മാലിക്കൊക്കെ ഡയറക്റ്റ് എനിക്കാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് തിയേറ്ററിൽ വന്ന പടം ഓപ്പറേഷൻ കാണുന്നു. മാസ്റ്റർ കണ്ടെന്ന് ഓർമ്മയുണ്ട്. കോവിഡ് കഴിഞ്ഞിട്ട് മാസ്റ്റർ ഡോക്ടർ, ഞങ്ങൾ ആക്ച്വലി ഡോക്ടർ എന്ന് പറഞ്ഞൊരു തമിഴ് പടം അവിടെ അറിയാം. അവിടെ നേരത്തെ തിയേറ്റർ തുടങ്ങിയിട്ട് ഞങ്ങൾക്കപ്പം തിയേറ്റർ കാണാണ്ട് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഞങ്ങൾ ആക്ച്വലി കോയമ്പത്തൂരിലോട്ട് അവിടുത്തെ തിയേറ്ററിൽ ബുക്ക് ചെയ്തിട്ട് ഇവിടെ നിന്നുള്ള അങ്ങോട്ടുള്ള ട്രെയിനാട്ടെ ഉണ്ട്, പക്ഷെ തിരിച്ചു വരാൻ ബസ്സില്ലാത്തതുകൊണ്ട് മാത്രം ഞങ്ങൾ അവിടെ പോയി പടം കണ്ടില്ല. അത് കോവിഡാണ്. ഇവിടെ തിയേറ്റർ തുറക്കണില്ല, തമിഴ്നാട്ടിൽ തുറന്ന്. അപ്പൊ ശിവാർത്തിന്റെ ഇവിടെ അല്ലേ ഡോക്ടർ എന്തോ വന്നു. അപ്പൊ അത് ഇവിടെ വന്നിട്ടില്ല. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും സിനിമ കാണാൻ 2-3 മാസമായിട്ട് തിയേറ്റർ നമുക്ക് ജോലി ഇല്ലാണ്ടിരിക്കാം, പക്ഷെ സിനിമ കണ്ടിരിക്കാൻ പറ്റില്ല പറയില്ല കോട്ടയത്തിലാണ്. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഞാനും വേറൊരുത്തനുണ്ടായിരുന്നു. പക്ഷെ തിരിച്ചു വരാൻ വണ്ടിയില്ല. ഇതുപോലെ തന്നെ ആയിരുന്നു. മാസ്റ്റർ ഇവിടെ ഇറക്കൂല എന്നൊക്കെ പറഞ്ഞ് നമ്മള് വിജയം ഉസിക്കാൻ മാസ്റ്റർ എന്തായാലും കാണണം, ഫസ്റ്റ് ഡേ കാണണം, അല്ലെങ്കിൽ ശരിയാവില്ല. മാസ്റ്റർ ജനുവരി 50% ഓക്യുപ്പൻസിയിലാണ്. പടം തുടങ്ങുമ്പോ എല്ലാരും ഇടവിട്ട സീറ്റിലായിരുന്നു. പക്ഷെ അണ്ണ വന്നപ്പോ എല്ലാരും ഫ്രണ്ടിലായി. കെട്ടിപ്പിടിച്ചൊക്കെ ഞാൻ എന്ന് പറയുന്നത് ഞാനും പറയാണ്ട പോണം, വീട്ടിൽ പറയാൻ പറ്റുമോ? ഞങ്ങള് 2 ബോട്ടിൽ സാനിറ്റൈസർ ഒക്കെ ഇട്ട് പോയി. പക്ഷെ വന്നോളായിരുന്നു. കാരണം കോവിഡ് കഴിഞ്ഞിട്ട് 50% ഓക്യുപ്പൻസിയിൽ വന്നിട്ട് തിയേറ്റർ തൂഫാനാക്കിയായിരുന്നു. അപ്പൊ ഇതൊക്കെ തന്നെ ഉള്ളു മേജറായിട്ട്. വേറെ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യണ്ട. ബെവിനില്ലാത്തോണ്ട് കൺക്ലൂഡ് ചെയ്യാൻ നമ്മൾ പറയുമ്പോഴാണ് പുള്ളിക്ക് ടോപ്പിക്ക് വരുള്ളൂ. പുള്ളി മറ്റേ അനുപരപ്പല്ലേ, ഞാൻ അപ്പോഴേ ചാർജ് ആവുള്ളൂ എന്ന് പറയണല്ലേ ഉള്ളു. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ മേജറായിട്ടുള്ള കോവിഡ്. ഇതില് കുറെ കാര്യങ്ങൾ, ഇപ്പൊ ഡാൽഗോണ കോഫി, പിന്നെന്താ ക്ലബ് ഹൗസ്, പിന്നെ സിനിമ, ഇതൊക്കെ ലുഡോ, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ കോവിഡ്. ഇത് പിന്നെ എന്റെ മെയിൻ ആയിട്ടുള്ള റാപ്പുകളൊക്കെ ഹിറ്റ് ആയത് അന്നായിരുന്നു. അത് പാടി അവസാനിപ്പിക്കുക. അയ്യോ വേണ്ട, അപ്പൊ നിങ്ങൾക്ക് കണ്ട ഇതിൽ റിലേറ്റബിൾ ആയിട്ട് തോന്നിയിട്ട് എന്തെങ്കിലും ടേക്ക് അവേ ഉണ്ടാവില്ല. ഇതിൽ നിങ്ങൾക്ക് കുറച്ച് നൊസ്റ്റാൾജിക് റീവൈൻഡ് ആയിരിക്കും തോന്നിയിട്ടുണ്ടാവുക. അപ്പൊ അത്രേ ഉള്ളൂ. സൈൻ ഓഫ് പറഞ്ഞു.
ക്യാമറമാൻ വേണോനോടൊപ്പം എന്തേലും പറഞ്ഞോ, ഞങ്ങൾ ബെവിനെ ഉണ്ട് ചെയ്യണം, ബെവിൻ ഇല്ലാത്തോണ്ടാ. അപ്പൊ എന്തായാലും കോവിഡ് കഴിഞ്ഞു അല്ലേ? വരില്ല. ഇനി അങ്ങനെ ഒരു ഇത് കിട്ടില്ല. അല്ല കിട്ടുമായിരിക്കാം. 2030 അടുത്തത് വരും എന്ന് പറയുന്നത്. നമ്മള് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നിട്ട് പിള്ളേര് കട്ട് ചെയ്ത് ഇല്ലുമിനാറ്റി ആവല്ലേ? 25 അതങ്ങനെയാണ്. ഓരോ അങ്ങനെ അവിടെ കണ്ടായിരുന്നു. 2030 അടുത്ത വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും ഈ പറഞ്ഞ പോലെ ഈ വട്ട പക്ഷെ പെടും. വിമലുവിനൊക്കെ കല്യാണം കല്യാണം കഴിച്ചു നിങ്ങൾ വൈഫിന്റെ കൂടെ ഇരിക്കും. അതെ അതെ. അടുത്ത ടോപ്പിക്കാണ്. 3 പേര് ഏതാ? അല്ല നിങ്ങൾ 3 പേര് കല്യാണം കഴിച്ചിട്ടുണ്ടോ? നീ കല്യാണം കഴിക്കും, ഒരു കല്യാണം കഴിച്ചു. അപ്പൊ നീ 30 കെട്ടൂലെന്ന് പറയണം. ഞാൻ 25 സ്റ്റക്കല്ലേ, മാലയൊക്കെ കണ്ടില്ലേ? കണ്ടൂടെ ബെവിൻ കളിയാകും. അപ്പൊ സിഗ്മ ആയിട്ടാണുണ്ടോ 2009 സിഗ്മ എന്നല്ല പറയണേ. സബ്സ്ക്രൈബ് നിർത്തിക്കോ. അപ്പൊ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായിട്ട് ആരെങ്കിലും ഒക്കെ വരുന്നത് ഒരെണ്ണത്തിലും കൂടെ ഉണ്ടാവും. ആണോ? അപ്പൊ ഇന്ന് വീട്ടിൽ പോകാൻ പറ്റില്ലെന്ന് പറയണം. ബൈ ബൈ ബൈ. നമ്മളെല്ലാ ദിവസം വേറെ വേറെ